ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് LSSനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ LSSലെ നമ്മളെ പാർട്ട് 1 പേപ്പറിലല്ലേ, പേപ്പർ 1 നമ്മളെ ഒരു ഇതാണ് GK എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ GKനെ റിലേറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേട്ടോ. സോ ഈ വീഡിയോ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഹൗ മെനി സ്റ്റേറ്റ്സ് ആർ ദർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? അപ്പോൾ ഇന്ത്യയിൽ ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? 28 സംസ്ഥാനങ്ങൾ, 28 ആണ് കേട്ടോ ഇന്ത്യയിൽ വരുന്ന സംസ്ഥാനങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ സംസ്ഥാനങ്ങളെ പറ്റി പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ ഏരിയ? അതായത് വിസ്തൃതിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ ഏരിയ? വിസ്തൃതിയിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ചെറിയ സംസ്ഥാനം ഗോവയാണ് കേട്ടോ. ചെറിയ സംസ്ഥാനം ഗോവയാണ്. അപ്പോൾ ആകെ മൊത്തം എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് പഠിക്കുക, വലുത് ഏതാണെന്ന് പഠിക്കുക, ചെറുത് ഏതാണെന്ന് പഠിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒന്നാണ് വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലീസ്റ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? സിക്കിമാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അല്ലേ. ജനസംഖ്യ കുറവുള്ള സംസ്ഥാനം. ശ്രദ്ധിക്കുക മക്കളെ, ഞാൻ ഈ പഠിപ്പിക്കുന്ന ഓർഡറിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു എന്ന് തന്നെ പറയാം. അടുത്തത് വിച്ച് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഗോഡ്സ് ഓൺ കൺട്രി? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഗോഡ്സ് ഓൺ കൺട്രി അഥവാ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരള. നമ്മുടെ കേരളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. സോ വിച്ച് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഗോഡ്സ് ഓൺ കൺട്രി? കേരള. അടുത്തത് വിച്ച് യൂണിയൻ ടെറിറ്ററി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ? ഇന്ത്യയുടെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഭരണ പ്രദേശം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. സോ ഡൽഹി എന്ന് ഉത്തരം. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് നോക്കുക, നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് വെറുതെ കറക്കി കുത്താൻ പറ്റില്ല, കറക്റ്റ് ആൻസർ തന്നെ എഴുതണം. അടുത്തത് വിച്ച് സ്റ്റേറ്റ് ഈസ് ഫേമസ് ഫോർ ടീ ഗാർഡൻസ്? ചായത്തോട്ടങ്ങൾ കൊണ്ട് പ്രശസ്തമായ സംസ്ഥാനം ഏതാണ്? ആസാമാണ് ചായത്തോട്ടങ്ങൾ കൊണ്ട് പ്രശസ്തമായിട്ടുള്ള സംസ്ഥാനം. ഓക്കെ, അപ്പോൾ അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. മേ ബി അങ്ങനത്തെ എന്തെങ്കിലും വന്നാലോ. അപ്പോൾ സംസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ബാംഗ്ലൂരു ദ IT ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ്? ബാംഗ്ലൂരു ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? അതായത് ഇന്ത്യയുടെ IT തലസ്ഥാനം ബാംഗ്ലൂർ. അപ്പോൾ അതിന് 2 ക്വസ്റ്റ്യൻ കിട്ടിയേ. ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകയിലാണ് ബാംഗ്ലൂർ ലൊക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കർണാടകയിലാണ് ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. കേരളത്തിനെ പറ്റിയിട്ട് നമ്മൾ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പഠിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ? ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത് ജയ്പൂർ ദ പിങ്ക് സിറ്റി ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്?
പിങ്ക് സിറ്റി ജയ്പൂർ ഏത് സംസ്ഥാനത്താണുള്ളത്? രാജസ്ഥാനിലാണ് പിങ്ക് സിറ്റി ദി ജയ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അല്ലേ, രാജസ്ഥാനിനെ റിലേറ്റ് ചെയ്തിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിക്കുന്നത്. ആദ്യം ഞാൻ പഠിപ്പിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാന്ന് പറഞ്ഞു. അടുത്തൊരു ഇതാണ്. അടുത്തത് വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് കേട്ടോ. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ? ഉത്തരം വരുന്നത് ഗുജറാത്താണ്. അടുത്തത് വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് ഡയമണ്ട്സ് അഥവാ വജ്രങ്ങളുടെ നാട് എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശാണ് വജ്രങ്ങളുടെ നാട് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന പോലെ നിങ്ങളൊരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഫൈനൽ എക്സാമിന് ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം. അടുത്തത് വിച്ച് സ്റ്റേറ്റ് ആർ ദ ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ്സ് ഓഫ് ഇന്ത്യ ഫൗണ്ട്? ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണപ്പാടങ്ങൾ ഏത് സംസ്ഥാനത്താണുള്ളത്? ആസാമിലാണ് കേട്ടോ. അപ്പോൾ ആസാമിനെ റിലേറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഏറ്റവും പഴയ എണ്ണപ്പാടങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ആസാം. അടുത്തത് വിച്ച് സ്റ്റേറ്റ് ഈസ് കോൾഡ് ദ ലാൻഡ് ഓഫ് 5 റിവേഴ്സ്? സപ്ത സിന്ധു ദേശം അല്ലെങ്കിൽ ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ലാൻഡ് ഓഫ് 5 റിവേഴ്സ് അല്ലെങ്കിൽ സപ്ത സിന്ധു ദേശം എന്ന് വിളിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ഇത് എഴുതിയെടുക്കുക. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വടക്കേ അറ്റത്ത് ഏതാണ്? ജമ്മു കാശ്മീരാണ്. ജമ്മു ആൻഡ് കാശ്മീരാണ് നോർത്തേൺ മോസ്റ്റ്, ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സദേൺ മോസ്റ്റ് സ്റ്റേറ്റിൽ എന്തായിരിക്കും? വിച്ച് ഈസ് ദ സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടു. നിങ്ങൾ മാപ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ വടക്കേ അറ്റം ആദ്യം പഠിക്കുക, പിന്നെ തെക്കേ അറ്റം പഠിക്കുക. ഇനി നമുക്ക് കിഴക്കേ അറ്റവും അതേപോലെ പടിഞ്ഞാറ് അറ്റവും, അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻ ആണ് ഇതിനെ റിലേറ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് പഠിച്ചിട്ട് വേണം പോവാൻ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ് കേട്ടോ. കിഴക്കേ അറ്റത്ത് വരുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശാണ്. വടക്കേ അറ്റത്ത് പറഞ്ഞു ജമ്മു ആൻഡ് കാശ്മീർ, തെക്കേ അറ്റത്ത് തമിഴ്നാടു, കിഴക്കേ അറ്റത്ത് ഏതാണ്? അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിലെ കിഴക്കേ അറ്റത്ത് അഥവാ ഈസ്റ്റേൺ മോസ്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ദ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് കേട്ടോ. അപ്പോൾ ഗുജറാത്തിനെ പറ്റി വേറൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും, അപ്പോൾ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? അടുത്ത് കേരള ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ് കേട്ടോ. മാപ്പൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, തെക്ക് പടിഞ്ഞാറാണ് ഇന്ത്യയുടെ, തെക്ക് പടിഞ്ഞാറാണ് നമ്മുടെ കേരളം എന്ന സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ കുട്ടികാരും, ഞാൻ മാക്സിമം സംസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക. GK 10 മാർക്കിനാണ് ചോദിക്കുന്നത്. സോ ഇത് ചെറിയൊരു ഭാഗം, സംസ്ഥാനങ്ങൾ എന്നുള്ള ഭാഗമാണ്. ഇനി ഇതുപോലെ പലതും GKയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്